VS-ന്റെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര ആലപ്പുഴയിലേക്ക് യാത്ര തുടർന്ന് മണിക്കൂറുകളായി. ഇപ്പോഴും കഴക്കൂട്ടം മേഖലയിലേക്കാണ് വിലാപയാത്ര എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ചെമ്പകമംഗലം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഓരോ മേഖലകളിലേക്കും VS-ന്റെ ഈ വിലാപയാത്ര എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഓരോ കഥകളാണ്, VS-മായി ബന്ധപ്പെട്ടുള്ള ഓരോ ഓർമ്മകളാണ്, VS-ന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ ചെമ്പകമംഗലത്തേക്ക് എത്തിയപ്പോൾ നമുക്കൊപ്പം കുറച്ച് വനിതകൾ ചേരുന്നുണ്ട്. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സംസ്ഥാനത്ത് നടപ്പാക്കിയ ഒരു പദ്ധതി, ആ കാര്യത്തെക്കുറിച്ചാണ് ഇവർക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ സ്കൂൾ കൗൺസിലേഴ്സാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിംഗ് എന്നാണ്. 2010 ഇതിനെ ഇവിടെ ഇംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കിഷോരി ശക്തി യോജന എന്ന് പറഞ്ഞത് പ്രവർത്തിച്ചിരുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാമായിട്ട് 2008 കാലങ്ങളിൽ. പക്ഷേ 2010 അതിവിടെ വീണ്ടും സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും, എല്ലാം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഇത് ഞങ്ങൾ സ്കൂൾ കൗൺസിലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അത് സഖാവിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെയും പിന്തുണയുടെയും ഫലമായിട്ടാണ് അതിങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾ കേന്ദ്രം ഇത് നിർത്തിയൊന്നുമില്ല, പക്ഷേ ഇപ്പോഴും സംസ്ഥാനത്ത് VS തുടങ്ങി വെച്ച ഒരു പദ്ധതി തുടരുന്നുണ്ട്. 2008-2009 കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. 2010 കേന്ദ്ര സർക്കാർ ഇത് പിൻവലിച്ചപ്പോൾ VS-ന്റെ കാലത്താണ് നമുക്കിത് തുടർന്ന് പോകാനുള്ള ഒരു അംഗീകാരം കിട്ടിയതും സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതി എന്നുള്ള പേരിട്ടതുമൊക്കെ. അപ്പോൾ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക്, സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ഉൾപ്പെടുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് 5 തുടങ്ങി +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ കൊടുക്കുക. തുടക്കത്തിൽ ഈ പദ്ധതി പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം, പെൺകുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിലാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 1012 സ്കൂളുകളിലാണ് ഇപ്പോൾ സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതി നിലനിൽക്കുന്നത്. എങ്ങനെയാണോ VS-ന്റെ ഈ വിലാപയാത്ര കടന്നു പോകുന്ന ഓരോ മേഖലയിലും VS-മായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ, കഥകൾ, വികസന പ്രവർത്തനങ്ങളെല്ലാം ഓരോ ആളുകളും പങ്കുവെക്കുകയാണ്. VS ഒരിക്കലും VS മരിക്കില്ല, VS ഞങ്ങളുടെ ഉള്ളിലെ രക്തമായി തുടരും എന്ന് പറഞ്ഞ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ഓർമ്മകൾ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വിദ്യാർത്ഥികളെല്ലാം VS-ന്റെ ചിത്രങ്ങളെല്ലാം വരച്ചുകൊണ്ട് VS-ന്റെ ഈ വിലാപയാത്ര വരുമ്പോൾ VS-ന് ഒരു അന്ത്യാഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച വരെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. മോളെ, എത്ര മണിക്കൂറായി കാത്തിരുന്നു? ഒരുപാട് നേരമായോ? കുറച്ച് നേരമായി. സഖാവിനെ കാണണം കൊണ്ട് തന്നെ നിൽക്കുകയാണ്. VS-നെ കുറിച്ച് അറിയോ? കണ്ടിട്ടില്ല? നേരിട്ട് കണ്ടിട്ടില്ല. അമ്മയാണല്ലേ? അല്ലല്ല, എൻ്റെ നെയ്ബറാണല്ലേ. ഇതാണ് ഈ കുട്ടികളെല്ലാം VS-ന്റെ ചിത്രമായി നിൽക്കുന്നു. പലരും പൂക്കളമായി നിൽക്കുന്നു. എല്ലാവർക്കും VS-നെ ഒരു നോക്ക് അവസാനമായി കാണും, VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെല്ലാം ഇവിടേക്ക് നിൽക്കുന്നത്. ചെമ്പകമംഗലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലാണെങ്കിൽ ഇവിടെ ഒരു പന്തലൊക്കെ കെട്ടി ഇവിടെയുള്ള നാട്ടുകാർ ഇവരുടെ വീട്ടുമുറ്റങ്ങളിലെല്ലാം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം ദർബാർ ഹാളിൽ നിന്ന് ഈ വിലാപയാത്ര തുടങ്ങിയ സമയം മുതൽ തന്നെ ഇവിടെയുള്ള ആളുകൾ ഇവിടെ കൂടി തുടങ്ങിയിരുന്നു VS-നെ കാണാൻ വേണ്ടി. ആ കാത്തിരിപ്പ് ഇപ്പോൾ ഈ രാത്രിയിലും തുടരുന്നു. ഇനി എത്ര നേരം വൈകിയാലും, എത്ര മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നാലും VS-നെ കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് മടങ്ങി പോവുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.